ഇതെല്ലാം കൂടെ ആയപ്പോ കടലിനും ചെയ്ത്താനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് എൻ്റെ മനസ്സിനുള്ളത്. രണ്ടും കൽപ്പിച്ച് തന്നെ നിങ്ങളോട് കാര്യം പറയാം. നമ്മളുടെ നേരത്തെ ഇവിടെ ശ്രീരാമചന്ദ്രന്റെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞു. ലോകത്തൊരിടത്തും തന്നെ ഇന്ന് വരെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കണ്ടുകൊണ്ട് ആ ഇളക്കാലിൻ്റെ അടിയിലുള്ള രേഖകൾ നോക്കി രണ്ട് കൈയും തൊട്ട് നമസ്കരിച്ചിട്ടില്ല. പ്രസവവേദന അറിയാതെ തന്നെയാണ് പ്രസവിച്ചത്. ശ്രീരാമചന്ദ്രനെ പ്രസവിച്ച അമ്മയ്ക്ക് പ്രസവവേദന അറിയാൻ പോലും കഴിഞ്ഞില്ല. അത്ര ആനന്ദ അനുഭൂതിയോടുകൂടിയുള്ള ഒരു പ്രസവം. വളരെ ആഗ്രഹത്തോടുകൂടി ആ പൊന്നോമന കുഞ്ഞിന്റെ കാലിലേക്ക് നോക്കിയപ്പോൾ അത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ കാലാണ് എന്ന് മനസ്സിലാക്കി. എഴുത്തച്ഛന്റെ രാമായണത്തിൽ തന്നെ ആ അമ്മ മകനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നിങ്ങൾക്ക് കാണാൻ കഴിയും. രാമായണം എടുത്തു വെച്ച് വായിച്ചു നോക്കൂ. ഒരമ്മയ്ക്ക് പോലും പ്രസവവേദന തീരുന്നതിന് മുമ്പ് പൊന്നോമന കാലിനെ നോക്കി പ്രാർത്ഥിക്കുവാൻ തോന്നുന്ന ആ പൗരുഷം, ആ പുരുഷത്വം, ആ ധാർമ്മികമായ നിലവാരം ശ്രീരാമചന്ദ്രനുണ്ടായിരുന്നു.